ഒരു ദിവസം വൈകുന്നേരം എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ കാടാമ്പുഴയിൽ ഇരു കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത അനീഷ് എന്ന സഹോദരൻ റോഡരികിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടി. അന്ന് ഈ പാട്ട് പാടിയ അനീഷ് എന്ന സഹോദരനാണ് ഇതെന്റെ കൂടെയുള്ളത്. അന്ന് പാട്ട് പാടുന്ന സമയത്ത് ഒരു സുഹൃത്ത് യാദൃശ്ചികമായിട്ട് ഈ വീഡിയോ പിടിക്കുകയും അത് സോഷ്യൽ മീഡിയയിലിട്ട് നിമിഷ നേരം കൊണ്ട് മില്യൺ കണക്കിന് ആളുകളാണ് അത് കണ്ടത്. അതങ്ങനെ വൈറലായി. ചുരുക്കം പറഞ്ഞാൽ ഈ വൈറൽ സോങ്ങിന് വരികൾ എഴുതിയ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ സുലൈമാൻ മതിലകത്തിന്റെ അടുത്തും ഈ വീഡിയോ എത്തി. എന്നിട്ട് എന്താണ് സംഭവിച്ചത് അത് അനീഷ് ഭായി തന്നെ പറയട്ടെ. എന്റെ പ്രിയ സുഹൃത്ത് ജാഫർ മാറാക്കര പറഞ്ഞതുപോലെ അന്ന് അവിടെയുള്ള ഒരു സുഹൃത്ത്, ഞാൻ അറിയാൻ കഴിഞ്ഞത് ബീരാനിക്ക എന്ന ഒരാളാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അത് പെട്ടെന്ന് തന്നെ അത് വൈറലാവുകയും ഈ പാട്ട് എഴുതിയ സുലൈമാൻ മതിലകം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നെ ഈ പാട്ട് കണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നോട് ഒരു പാട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. കാരണം സാധാരണ നമ്മൾ പാടുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഒന്നിൽ പാട്ട് ചാൻസ് തരും അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് ഒരു അവസരം തരും, പിന്നെ ആരും വിളിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ അതുപോലെയാണ് എടുത്തിരുന്നത്. പക്ഷേ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു, പാട്ട് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ പാടാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, വളരെ സന്തോഷമായി. കാരണം ആദ്യമായിട്ടൊരു ആൽബത്തിൽ പ്രത്യേകിച്ച് ഒരു ഭക്തിഗാനം പാടുകയല്ലേ. അപ്പോൾ എന്തായാലും ഈ പാട്ട് പാടാൻ അവസരം ഒരുക്കി തന്ന നമ്മുടെ സുലൈമാൻ സാഹിബിനും അതുപോലെ ഷെഫീഖ് ഭായി അതുപോലെ തന്നെ ജാഫർ മാറാക്കര നമ്മളെ വൈറലാക്കിയ നമ്മളെ കാടാമ്പുഴയിലുള്ള ബീരാനിക്ക് ഇവരോട് എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടാവും. സംസം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മ്യൂസിക്കൽ ആൽബം ഈ വരുന്ന ഫെബ്രുവരി 21 വെള്ളിയാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാകും, സ്വീകരിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ.